ഇന്നെങ്ങാനും തുടങ്ങോ? നീ എന്തിനാണ് എൻ്റെ വായിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പം എൻ്റെ കോൺസെൻട്രേഷൻ പോവില്ലേ? എടാ നീ ജാട ഉറക്കടാ, ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണെന്നുള്ളത്. വേണ്ട, ഞാൻ ഒറ്റ കുടിച്ചോളൂ. ഈ മഴക്കാലത്തിന് മുമ്പ് തീരുമോ? അല്ല, DAG വേണമെങ്കിൽ കൈകൊണ്ട് കഴിച്ചോളൂ കേട്ടോ. രാവിലെ എന്നെ കളിയാക്കേണ്ട വാശിക്ക് ഞാൻ തിരിച്ചൊരു മണി തന്നു. ഭക്ഷണമൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കട്ടെ. അല്ല പിന്നെ നോ ദിവ്യ, കാര്യം ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ അഭിമാനിയാണ്. അഭിമാനമായിട്ടൊരു കളിയില്ല അവന്. ഇനി എത്ര രാത്രി ആയാലും ഈ ചോപ്സ്റ്റിക്ക് വെച്ച് മുഴുവൻ ഭക്ഷണം കഴിച്ചു തീർത്തിട്ട് അവനോട് എഴുന്നേക്കുള്ളൂ. ഇല്ലടാ, ഞാൻ അഭിമാനാണോ? ഞാൻ അഭിമാനമായിരിക്കും, അഭിമാനാണ്. അഭിമാനം വിട്ടൊരു കളിയില്ലേ. ഞാൻ പോയിട്ട് സിനിമ കാണട്ടെ. ഏത് പടം? ഇപ്പൊ ചക്തിയാണ് കണ്ടോണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മെമ്മറീസ് കാണണം. മെമ്മറീസ്? പൃഥ്വിരാജിന്റെ മെമ്മറീസാ? അത് ഭയങ്കര സസ്പെൻസ്. ഞാൻ കണ്ടോണ സിനിമ. എടാ അതില് ഒന്നുമില്ല കളിയാ, നീ പോയിക്കോ. ദിവ്യ വാ, നമുക്ക് ചക്തിയുടെ മെമ്മറീസ് പശ കിട്ടുമോ? ഇതിന്റെ മൂലയിൽ ഒന്നെങ്കിലും പറ്റിക്കോട്ടെ. അവരൊക്കെ പോയില്ലേ, നീ വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ? വേണ്ട, DAGക്ക് അഭിമാനമാണ് വരുന്നത്. എന്നാലേ നീ ഇവിടെ പട്ടിണി കിടന്ന് ചത്തോട്ടാ. ഞാൻ പോയി കുറച്ച് ഇറങ്ങട്ടെ. ഹാപ്പി ചോപ്സ്റ്റിക് ഡേ. ചേച്ചി, ചേച്ചി. സാറിന് എന്താ കഴിക്കാൻ വേണ്ടത്? അച്ഛോ വഴക്കാണോ? എന്നെ ചേച്ചിന്നൊന്നും ആരും വിളിക്കണ്ട. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ലല്ലോ. ചേച്ചി, ഞാൻ എന്താ പറയുന്നത് വെച്ചാലേ. എക്സ്ക്യൂസ് മീ. ദേവന് ചേച്ചി. എക്സ്ക്യൂസ് മീ, റെഡിയായി? താങ്ക് യു. അതെ, ഒരു മിനിറ്റ്. ഒന്ന് എനിക്കൊന്ന് നീട്ടിപ്പിടിച്ച് സോറി പറയാനുണ്ട്. എന്നോടാരും സോറി ഒന്നും പറയണ്ട. എന്നോടാരും സോറി ഒന്നും പറയണ്ട. പക്ഷെ അങ്ങനെ പറയല എൻ്റെ പ്രീതിക്കുട്ടി. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു അവസരം എന്താ? എന്നാലും നീ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ എന്തോരം വിഷമായിന്നറിയോ? എൻ്റെ പ്രീ ചേച്ചി, ഞാൻ ആകെ ഒരു കിളിപോയ അവസ്ഥയിലായി പോയി. ഇത് എന്നെ ഇനുമ്പ് എപ്പോഴെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ സമയത്ത് കുറച്ച് ടെൻഷനായി പോയി. പക്ഷെ ഇപ്പൊ എല്ലാം ഓക്കെയാണ്. പിന്നെ എന്നാലും നീ എന്നെ നിങ്ങളെന്നൊക്കെ വിളിച്ചപ്പോ എനിക്ക് എന്തോരം വിഷമായിന്നറിയോ? ഏതാണ്ട് അന്യരോട് സംസാരിക്കണ പോലെയായിരുന്നു. പിന്നെ നീ അപ്പൊ കാശൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടിട്ട് അങ്ങ് പോയത്. നീയൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണേന് ഞാൻ എപ്പോഴെങ്കിലും നിന്നോടൊക്കെ പൈസ ചോദിച്ചിട്ടുണ്ടാടാ? അതെ, ഇനിയിപ്പോ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ. സാരില്ല, ഇനിയിപ്പോ എല്ലാം പോട്ടെ. എന്ത് ചെയ്യാനാ? എന്നൊരു പണി, വിഷമം വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കരണ കുറ്റിക്കോ, എന്നെ തല്ലിക്കോ, സാരല്ല. തല്ലി ഞാൻ? അങ്ങനല്ലേ ഞാൻ ഉദ്ദേശിച്ചത്, തലല്ലേ. അടി കിട്ടിയ നല്ല വേദനയാണെന്ന് ജോസഫേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എടാടാ വേണ്ട. അതെ, എവിടെ നമ്മുടെ സന്ദീപ് പോകാൻ? അവനെ വിളിക്കും, എനിക്ക് അവനോടും പറയണം സോറി. അവനോട് സോറി പറയണേക്കെ കൊള്ളാം. എന്നാലും കരണക്കുറ്റിക്ക് അടിച്ചോ എന്നൊക്കെ പറഞ്ഞ അവൻ ചിലപ്പോ വെച്ചങ്ങ് തരും. എന്താ ചേച്ചി, ആ രണ്ടാമത്തെ ടേബിളിൽ അടുത്ത് മിണ്ടാണ്ടിരിക്കാൻ പറയട്ടെ. കുറെ നേരെ അവൻ എന്റെ ഇത് മേടിക്കവൻ. ഇവിടെ കുറച്ച് സോസ് ഞാൻ ഇന്ന് കൊടുക്കാവന്. നീ നിക്ക്, ഞാൻ കൊടുക്കാം. സന്ദീപേ, എന്താ ചേട്ടാ, ഇതില് കഴിക്കാൻ വേണോ? ഒന്നും വേണ്ട. എന്തിനും വേണമെങ്കിൽ നേരത്തെ പറയണം, ലാസ്റ്റ് കിട്ടാൻ ലേറ്റ് ആവും. ഞാൻ പോട്ടെ. ഇന്ന് പോയിക്കോ. ലക്കി
ഞാൻ കഴിച്ചോടാ അവൾ ഉറങ്ങിക്കോളും. ലക്കി, ഡാ. സാമേ, ഇവിടെ ആരും ഇല്ലടാ. ഡാ. ഡാ, എഴുന്നേക്കടാ സാമേ, വന്ന് നോക്കടാ. നീ ഒന്ന് പോയാൽ എനിക്ക് ഉറക്കം വരണം. ഡാ, ഡാ, നീ ഇതൊന്ന് വന്ന് കാണ്. ഒന്ന് പോടാ ഇറങ്ങി. ഡാ, വന്ന് നോക്കടാ. പോടാ. ഡേയ്. ഡാ, നീ വരണ്ടാ. നാളെ രാവിലെ തെളിവും ചോദിച്ചോണ്ട് വരരുത്. അല്ലെ നീ വന്നോ, എൻ്റെ കയ്യിലേ ഫോണുണ്ട്, ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു കേട്ടാ. തീർത്തായി, ഇവനെന്ത് പിരാനയാ. വെച്ചോ